ഹായ് ഗൈസ്, ഇന്ന് ഏട്ടൻ്റെ കുഞ്ഞിന് പാൽ കുടിക്കുകയും അപ്പോൾ ഞാൻ ചേച്ചി അമ്മയും കൂടിയാണ് പോയത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ പാൽഗോവയൊക്കെ കണ്ട ഒരു പീടികയിൽ അതൊക്കെ വാങ്ങി തിന്ന് ആടെ എത്തുമ്പോഴേ ഈ വാവി ഇറങ്ങിപ്പോയി. ഇവാന്നാണ് ഗൈസ് പേര്. പിന്നെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് 31 കരച്ചിലൊക്കെയാണ്. പിന്നെ ഇതാണ് ഗൈസ് കുട്ടിയുടെ ഡേഡി. അങ്ങനെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ കസിനൊക്കെ പുറപ്പെടാനുണ്ടായിരുന്നു. അങ്ങനെ ഓരൊക്കെ പുറപ്പെടാൻ പോയി. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പാൽ കൊടുക്കൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൊടുത്ത് ഞാനും കൊടുത്ത് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ബിരിയാണിയും സാദാ ചോറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോയി. മാമൻ്റെ വീട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഗൈസ്. അവിടെ 2-3 ചാമ്പക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മരത്തിൽ നിന്നും കുറേ ചാമ്പക്കൊക്കെ പറിച്ച് വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ച്. ഇത് തിന്നിട്ട് പോകാമെന്ന് അതിന് ആദ്യം വിചാരിച്ചു. പക്ഷേ പിന്നെ ടൈം ഉണ്ടാവില്ല തിന്ന് പിന്നെ പോകുമ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങൾ പറിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോയി. നേരെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് അവിടുന്ന് ഉപ്പും മുളകൊക്കെ ഇട്ട് ചാമ്പക്ക സപ്പറിട്ട് നല്ല മധുരമുള്ള ചാമ്പക്കയായിരുന്നു ഗൈസ്. അന്നേരം അതിൻ്റെ കൂടെ ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പെട്ടെന്ന് തീരുകയും ചെയ്തിക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന നേരം ഞങ്ങൾ വിചാരിച്ച് സൈനിലെ ബാൻ എന്തെങ്കിലും വാങ്ങിയാലോ. അന്നേരം ഏട്ടൻ പോയി അവിടുന്ന് ചീസ് ബോംബൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ ഒരാളാടുന്ന് വാലൊക്കെ കാട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ അകത്ത് പോയിരുന്ന് മേശയിൽ നിന്ന് തിന്നുന്ന തിരക്കിലായിരുന്നു. എരിവിൻ്റെ മേലെ തിന്നുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2-3 സ്പൂണേ ഉള്ളതിന് ഗൈസ്, 5-6 ആൾക്കാരും. പിന്നെ ലാസ്റ്റിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ സ്പൂണൊന്നും കാണാനേ ഇല്ല. അന്നേരം ഞങ്ങൾ പിന്നെ കൈകൊണ്ട് അങ്ങ് എടുത്ത് എന്തിനാ വെറുതെ സ്പൂണൊക്കെ. നോറയ്ക്ക് ഇത്തിരി വെച്ചാൽ ടേസ്റ്റ് നോക്കാൻ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് വൈകുന്നേരം ആയാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.